The UDF is going to give 5 guarantees to the people of Kerala. UDF കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുകയാണ്. The UDF is going to give compensation to the rubber workers, rubber industry. UDF ഈ നാട്ടിലെ റബ്ബർ തൊഴിലാളികൾക്ക് അവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. So I'll read out the UDF's guarantees, which are protection for the people of Kerala. ഞാൻ ഇവിടെ UDF നൽകുന്ന ഗ്യാരണ്ടികൾ ഞാൻ ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഗ്യാരണ്ടികളാണ്. I'm seeing quite a few ladies in the crowd. ഞാൻ ഇവിടെ ഇരിക്കുന്നവരിൽ കുറേയധികം സ്ത്രീകളെ കാണുന്നുണ്ട്. The first guarantee that we are going to give is all these ladies will travel for free in buses in Kerala. ആദ്യമായിട്ട് നമ്മൾ നൽകുന്ന ഗ്യാരണ്ടി ഈ ഇരിക്കുന്ന സ്ത്രീകൾക്ക് കേരളത്തിൽ KSRTC ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുന്ന സൗകര്യം. The second guarantee is 1,000 rupees a month for college going girls of Kerala. Every single college going girl. നമ്മുടെ രണ്ടാമത്തെ ഗ്യാരണ്ടി കോളേജിൽ പഠിക്കുന്ന നമ്മുടെ പ്രിയങ്കരെ പെൺകുട്ടികൾക്ക് എല്ലാ മാസവും 1000 രൂപ അവർക്ക് നൽകും എന്ന് പ്രഖ്യാപിക്കുന്നു. Now I can see quite a few people, older people here as well. എനിക്ക് ഇവിടെ മുതിർന്നവരായിട്ട് ഒത്തിരി പേരെയും കാണാൻ സാധിക്കുന്നുണ്ട്. We are going to increase their welfare pension to 3,000 rupees a month. നമ്മൾ അവരുടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ്. We are going to start a new health insurance scheme that is going to give each family 25 lakh rupees of healthcare when required. നമ്മൾ പുതിയ ഒരു ആരോഗ്യ സംരക്ഷണ ഇൻഷുറൻസ് പദ്ധതി നമ്മൾ രൂപീകരിക്കുകയാണ്. ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിന്റെ സംരക്ഷണം അവർക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. So the health insurance scheme is going to transform the healthcare industry of Kerala. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണ ഇൻഷുറൻസ് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ തന്നെ പരിവർത്തനം ചെയ്യുന്ന ഒന്നായി മാറാൻ പോവുകയാണ്. Huge money is going to be injected into the healthcare system, and we will need new doctors and new nurses, and we will be able to support them. നമ്മുടെ ആരോഗ്യ രംഗത്തേക്ക് വലിയ തോതിലുള്ള നിക്ഷേപത്തിന് വഴിയൊരുക്കുകയാണ്. നമുക്ക് പുതുതായി ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ എല്ലാം നമുക്ക് ആരോഗ്യ രംഗത്ത് വേണ്ടി വരും. For youngsters, we are going to give them 5 lakh rupees interest-free loan to start their businesses. നമ്മുടെ ഇവിടുത്തെ യുവജനങ്ങൾക്ക് അവർക്ക് 5 ലക്ഷം രൂപ പലിശരഹിതമായിട്ടുള്ള വായ്പ അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി അവർക്ക് നൽകുമെന്ന് നമ്മൾ ഉറപ്പ് നൽകുകയാണ്. And we are going to have a new ministry for senior citizens. അതുപോലെ തന്നെ നമ്മുടെ വൃദ്ധരായ ജനങ്ങൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് അവർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക വകുപ്പ് നമ്മൾ രൂപീകരിക്കും എന്ന് ഉറപ്പ് നൽകുകയാണ്. Finally, it is our commitment to protect rubber farmers and workers. അവസാനമായി നമ്മുടെ റബ്ബർ തൊഴിലാളികളെയും അവിടുത്തെ കർഷകരെയും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ്. We are not going to let rubber farmers be open to the vagaries of the market. നമ്മൾ ഇവിടുത്തെ റബ്ബർ കർഷകരെ ഈ വ്യവസായത്തിൽ ഉണ്ടാവുന്ന അനിഷ്ടങ്ങൾക്ക് അവരെ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. We are not going to let them suffer as a result of prices. ഇവിടുത്തെ വിലയുടെ വ്യതിയാനം കൊണ്ട് അവർക്ക് നഷ്ടമുണ്ടാവുന്ന, അവർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ റബ്ബർ കർഷകരെ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. So we will systematically protect them and compensate them when the market works against them. അതുകൊണ്ട് നമ്മൾ അവരെ സംരക്ഷിക്കുന്നതിനുള്ള നയമുണ്ടാക്കും. അവർക്ക് വില വ്യതിയാനത്തിൽ ഉണ്ടാവുന്ന നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നയം നമ്മൾ രൂപീകരിക്കും. Please support our candidates, UDF candidates, Advocate Santa Kumar ji and Abe Karyokos ji. അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് CV ശാന്തകുമാറിനെയും അതുപോലെ തന്നെ അബേ കുര്യാക്കോസിനെയും നിങ്ങൾ പിന്തുണയ്ക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. And once again, thank you very much for coming out in this heat to listen to me. ഒരിക്കൽ കൂടി ഇത്രയും ചൂടിൽ ഇത്രയും വലിയ ജനക്കൂട്ടമായിട്ട് നിങ്ങൾ ഇവിടെ എത്തിയതിൽ ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. And I also thank all the Congress workers who are working really hard, going house to house to ensure UDF victory. അതുപോലെ തന്നെ ഇവിടുത്തെ UDF പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ വീടാന്തരം കയറി UDFന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. Thank you very much. നന്ദി. हमारे साथ जुड़े रहने के लिए सब्सक्राइब करें देश रोजाना के YouTube चैनल को और नई वीडियो की नोटिफिकेशन पाने के लिए बेल आइकन जरूर दबाएं। अगर आप ये वीडियो Facebook या Instagram पर देख रहे हैं तो पेज को लाइक और फॉलो जरूर करें और ज्यादा से ज्यादा शेयर करें।